കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ അതിന് വേണ്ടുന്ന 1/4 കിലോ കോവയ്ക്ക, 2-3 പച്ചമുളക്, 2-3 വല്യുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. വല്യുള്ളിക്ക് പകരം നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ അത് ചെറിയുള്ളി ഉപയോഗിക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാലക്കൂട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ കോവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക അരിഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സൗകര്യം പോലെ വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും മസാല കൂട്ടിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത് അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴാണ്. നമുക്ക് ഈ അരിഞ്ഞെടുത്ത കോവയ്ക്കയിലോട്ട് പിന്നെ ഈ മസാല കൂട്ടുകളും പച്ചമുളക്, കരിയാപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, 1/4 കപ്പ് വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളിതേപോലെ ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് അതൊന്ന് വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ ആ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ അത് ഇളക്കി അത് യോജിപ്പിച്ച ശേഷം അത് അടച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് കരിയാപ്പില വേണമെങ്കിൽ കുറച്ച് കരിയാപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു 2 മിനിറ്റ് ഉള്ളി ഒന്ന് ആവി വന്നതിന് ശേഷം പിന്നെ അത് നമ്മൾ തുറന്ന് വെച്ചാണ് വേവിക്കേണ്ടത്. അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ലപോലെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് അത് വാങ്ങിയെടുക്കുക. നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങളിത് തയ്യാറായി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.